നവരാത്രി വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നവരാത്രിയിൽ കുറഞ്ഞത് 4 ദിനം വ്രതമെടുത്താൽ ദേവി കടാക്ഷം ആഗ്രഹിച്ചതെന്തും നേടാം. നവരാത്രി വ്രതമെടുത്താൽ 1 വർഷം ദേവി ഉപാസന നടത്തിയ ഫലം ലഭിക്കും. കേരളത്തിൽ കന്നിമാസത്തിലെ അമാവാസി മുതൽ നവരാത്രി വ്രതം ആരംഭിക്കുന്നവരുണ്ട്. അന്ന് പകൽ ഒരു നേരം മാത്രം അരിവാഹാരം കഴിച്ച് തുടർന്ന് വിജയദശമി വരെ എല്ലാ ദിവസവും ഇതുപോലെ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. അതിന് സാധിക്കാത്തവർ നവരാത്രിയിൽ 9 അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ബ്രഹ്മചര്യം പാലിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ദേവി കടാക്ഷം കൂടെ തന്നെ ഉണ്ടാവും. സപ്തമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളിലെങ്കിലും വ്രതമെടുക്കണം. ദുർഗാഷ്ടമി കാളിക്കും, മഹാനവമി ലക്ഷ്മിക്കും, വിജയദശമി സരസ്വതിക്കും പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. ദക്ഷയാഗം നശിപ്പിക്കാനായി കാളിക അവതരിച്ചതും ശ്രീരാമന് മുൻപിൽ ദേവി പ്രത്യക്ഷമായതും ദുർഗാഷ്ടമി ദിവസമാണെന്ന് ഐതിഹ്യമുണ്ട്. സർവകർമ്മങ്ങളും ദേവിയിൽ സമർപ്പിച്ചിരിക്കുന്ന പുണ്യ ദിവസമാണ് മഹാനവമി. വിജയദശമി ഭക്തിയോടുകൂടി ദേവിയെ പൂജിക്കുന്നവർക്ക് എല്ലാ വിജയവും സിദ്ധിക്കുന്ന ദിവസമാണ് വിജയദശമി. ശ്രീരാമൻ രാവണവധത്തിന് ഇറങ്ങിയ ദിവസമാണ് വിജയദശമി എന്നും സങ്കല്പമുണ്ട്. അർജുനന് ആദ്യമായി ഗാണ്ഡീവം കയ്യിലെടുത്തത് വിജയദശമിയിലാണെന്ന സങ്കല്പവുമുണ്ട്. മഹിഷാസുര മർദിനിയായി ദേവി മഹിഷാസുര നിഗ്രഹം നടത്തിയ ദിവസവുമാണ് വിജയദശമി. എല്ലാ അർത്ഥത്തിലും വിജയം നൽകുന്ന, വിജയം ഉദിക്കുന്ന ദിനമാണ് വിജയദശമി. 1-ാം ദിവസം ശൈലപുത്രി, 2-ാം ദിവസം ബ്രഹ്മചാരിണി, 3-ാം ദിവസം ചന്ദ്രഗണ്ഡ, 4-ാം ദിവസം കൂഷ്മാണ്ഡ, 5-ാം ദിവസം സ്കന്ദമാത, 6-ാം ദിവസം കാത്യായനി, 7-ാം ദിവസം കാളരാത്രി, 8-ാം ദിവസം മഹാഗൗരി, 9-ാം ദിവസം സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് 9 ദിവസത്തെയും ദേവി ആരാധന. നവരാത്രി കാലത്തെ ദേവി ആരാധനയുടെ പ്രധാന ഫലം കാര്യവിജയമാണ്. ഏറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും അതിവേഗം ശരിയാക്കാൻ നവരാത്രി വ്രതം മാത്രം മതി. ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷം, ദൃഷ്ടിദോഷങ്ങളെല്ലാം അകലുന്നതിനും ഈ വ്രതം വളരെ ഗുണകരമാണ്. സെപ്റ്റംബർ 22-ന് തുടങ്ങി വിജയദശമി ദിവസമായ ഒക്ടോബർ 2 വരെ വ്രതമെടുക്കുന്നത് ഉത്തമം. അതിന് സാധിക്കാത്തവർ സെപ്റ്റംബർ 29, 30, ഒക്ടോബർ 1, 2 തീയതികളാണ് ഏറ്റവും പ്രധാനം. ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നവരാത്രി കാലത്ത് ദേവി പൂജ ചെയ്താൽ 1 വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം സിദ്ധിക്കും. വിദ്യാവിജയം, സന്താന ലാഭം, മംഗല്യഭാഗ്യം, ശത്രുനാശം, ദാരിദ്ര്യമുക്തി എന്നിവയെല്ലാം നവരാത്രി കാലത്തെ ദേവി പൂജയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ജപിക്കേണ്ട മന്ത്രങ്ങൾ, ഓരോ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ നോക്കാം. ദേവി പ്രീതികരമായിട്ടുള്ള ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. വ്രതം ആരംഭിക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയായി ആദ്യം ഗുരുവിനെയും പിന്നീട് ഗണപതിയെയും പ്രാർത്ഥിക്കുക. ഓം ഗുരുര്യോ നമ, ഓം ഗം ഗണപതിയെ നമ എന്ന് 9 പ്രാവശ്യം ജപിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാവുന്നതാണ്. ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ, ഓം ഹ്രീം ദുർഗായേ നമ എന്നീ നാമങ്ങളെല്ലാം രാവിലെയും സന്ധ്യയ്ക്കും 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ദുർഗാ പ്രീതികരമായിട്ടുള്ള, ദേവി പ്രീതികരമായിട്ടുള്ള അനവധി മന്ത്രങ്ങളുണ്ട്. അതെല്ലാം ജപിക്കുന്നത് വളരെ നല്ലതാണ്. നിത്യവും ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീ മഹാത്മ്യം, ദേവി ഭാഗവതം, കനകധാരാ സ്തോത്രം, ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ.